ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു ഹെയർ ബാൻഡ് ഡെക്കറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഫോം ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഫോം ഷീറ്റ് നമുക്ക് എല്ലാ കളറിലും അവൈലബിൾ ആണ്. ഇതൊരു ഷീറ്റിന് 10 റുപ്പീസൊക്കെ ഉള്ളൂ. ഫോം ഷീറ്റ്, പിന്നെ ഒരു ഷോ ബട്ടൺ എടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യം ഫ്ലവർ വരയ്ക്കാൻ വേണ്ടിയിട്ട് 3 ബോട്ടിലിൻ്റെ ക്യാപ്പ്, അതായത് 3 വലിപ്പത്തിലുള്ളത്. ആദ്യത്തേത് ഒരു നല്ല വലിപ്പമുള്ളത്, അതിലും ഒരല്പം കൂടെ ചെറുതായിട്ടുള്ള വേറൊരു ബോട്ടിലിൻ്റെ ക്യാപ്പ്, പിന്നെ അതിലും ചെറുതൊരെണ്ണം, അങ്ങനെ 3 എണ്ണം വേണം. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ ഒരു പേന കൊണ്ട് ഇങ്ങനെ വരച്ചെടുത്താൽ മതി. ഇങ്ങനെ വരച്ച് എടുക്കുക. ഇതുപോലെ തന്നെ 3 എണ്ണം, അതായത് ഇങ്ങനെ ഇതേ സെയിം പാറ്റേണിൽ 3 അളവും വരച്ച് വയ്ക്കുക. നമ്മൾ ബോട്ടിൽ ക്യാപ്പ് വെച്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പെൻ വെച്ച് ഇങ്ങനെ ചെറിയൊരു ഫ്ലവറിൻ്റെ പെറ്റലിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുക്കണം. വരച്ച് കൊടുത്താലേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഷേപ്പ് കിട്ടത്തുള്ളൂ വെട്ടിയെടുക്കുമ്പോൾ. ഇങ്ങനെ ചുറ്റും ഇങ്ങനെ പെറ്റൽസായിട്ട് ചെറിയ ചെറിയ റാ ഷേപ്പിൽ ഇങ്ങനെ വരച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കി 2 എണ്ണവും കട്ട് ചെയ്തെടുത്തു. ഇനി പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് എടുക്കുക. ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ഹെയർ ബാൻഡ് നമുക്ക് മേടിക്കാൻ കിട്ടും. എന്നിട്ട് അതിൽ ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഫെവി ബോണ്ട് എടുക്കുക. എന്നിട്ട് ഫെവി ബോണ്ട് വെച്ച് നമുക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്യാം. ആദ്യം ഏറ്റവും വലുത്, കറക്റ്റ് മിഡിലായിട്ട് ഏറ്റവും വലുത്, അതിന് മുകളിലായിട്ട് അടുത്ത കളറ്, മുകളിലായിട്ട് നമുക്ക് ഏറ്റവും ചെറുത്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്കൊരു ബട്ടൺ, അത് ഒരു ഫ്ലവർ ഷേപ്പിലുള്ള ഒരു ബട്ടണാണ്. ഇങ്ങനെ ഒരു ബട്ടണും കൂടെ നമുക്ക് കൊടുക്കാം. ഇത് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. സ്റ്റോൺ ഉണ്ടെങ്കിൽ സ്റ്റോൺ ആയാലും കൊടുത്താൽ മതി. ഇപ്പോൾ 2-3 കളർ വെച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് പല ഉടുപ്പുകൾക്കും മാച്ചിങ് ആയിട്ട് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.